9 തലമുറകളായിട്ട് കൈമാറി വന്ന ഒരു പാരമ്പര്യമാണ് ഈ സ്ഥാപനത്തിനുള്ളത്. അപ്പോ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം? ഇത് 9 തലമുറ മുമ്പുണ്ടായിരുന്ന ഞങ്ങളുടെ പിതാമഹനായ പൊന്നൻ പൂശാരി ദമ്പതികൾക്ക് മക്കളില്ലാതിരുന്ന അവസ്ഥയിൽ അന്ന് ഈ ജൈന സന്യാസിമാരും ബുദ്ധസന്യാസിമാരെല്ലാം കേരളത്തിൽ ഉള്ള ഒരു കാലഘട്ടം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സന്യാസിയിൽ നിന്ന് കിട്ടിയ ഉപദേശപ്രകാരമാണ് ഈ വന്ധ്യതയുടെ മുറിവുണക്കുന്ന ഈ ഔഷധങ്ങൾ കൂട്ടുകൾ ഇവർക്ക് സ്വായത്തമാക്കിയത്. അതിനുശേഷം ഇവർക്ക് ആ മരുന്ന് കഴിച്ച് മക്കളുണ്ടാവുകയും തുടർന്ന് മക്കളില്ലാത്തവർക്ക് ഈ ഔഷധം നൽകി ഈ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചു എന്നതാണ് ചരിത്രങ്ങൾ പറയുന്നത്. ചരിത്രങ്ങൾ ഇത് കഥകളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആണെങ്കിൽ കൂടി ഇന്നത്തെ തലമുറയിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഈ വന്ധ്യതാ ചികിത്സയിൽ മറ്റുള്ള ചികിത്സകൾ പരാജയപ്പെട്ടുള്ള, അതായത് അലോപ്പതി പോലുള്ള ചികിത്സകൾ, IVF പോലുള്ള ലക്ഷങ്ങൾ ചിലവ് വരുന്ന IVF പരാജയപ്പെട്ടവരിലും ഈ മരുന്നുകൾ വിജയിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പണ്ട് 9 തലമുറ മുമ്പ് കണ്ടെത്തിയതിൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും.